അരപ്പാളി ഒരു കല്യാണം മുടങ്ങാതെ നോക്കേണ്ടത് ബ്രോക്കറുടെ ചുമതലയാണ്, അറിയാം? അതിന് ഞാനും ചെയ്ത് ഒരു IAS കാരൻ പെണ്ണ് കാണാൻ ഇങ്ങോട്ട് എഴുന്നള്ളുന്ന നാട് മുഴുവൻ കൊട്ടിഘോഷിച്ചിരുന്ന നീയല്ലേ? ഞാൻ ഒരാളുടെ മാത്രമേ പറഞ്ഞിട്ടുള്ളൂ. ആരുടെ? അപ്പുറത്തെ പ്രൊഫസറിലെ അങ്ങേരോട്. ഇത് സത്യം പറഞ്ഞത്. അപ്പൊ ആദ്യത്തേതോ? അത് സത്യം പറയാൻ ഇതും മുടക്കിയത് അവൻ തന്നെ. അവ എനിക്കിട്ടൊരു പാര വെച്ചാ ഞാൻ 30 പാര അങ്ങോട്ട് വെക്കും. വെക്കണം. എന്തായിരുന്നു ഒരു കാലത്ത് രണ്ടാളുടെ സ്നേഹം? ഈച്ചയും ചക്കരയും പോലെ അല്ലായിരുന്നോ? ഒരു പായിൽ ഉറങ്ങി, ഒരു പാത്രത്തിലുണ്ട്. ഒരുപോലെ 2 വീടും 2 പിള്ളേരും ഉണ്ടായപ്പോ തെറ്റി. പിള്ളേരുണ്ടായപ്പോഴല്ലടി തെറ്റിയത്. നീ ഇവിടെ നിന്നെ പോലൊരു ചാവ അവിടെ വന്ന് കയറിയപ്പോ തെറ്റി. എന്തായാലും അടിച്ചു പിരിഞ്ഞത് നന്നായി. ഇത് കൈ നീട്ടി അടിച്ചോ? ഇത് ചെയ്ത ജ്വാലിക്ക് അടി കിട്ടുമ്പോഴുള്ള ദുഃഖം ഇത് കിട്ടുമ്പോഴാ എനിക്ക് മാറാറ്. അത് കക്കൂസ്. ഇങ്ങോട്ട് പോ. അവിടെ ഇവിടെ നിരങ്ങി അതും ഇതും പറഞ്ഞു നടക്കണം. ഇവൻ ഇവിടെ കേറ്റാതിരുന്നാലേ ഈ കല്യാണം നടക്കൂ. എടീ, അവിടത്തെ കാര്യങ്ങൾ ഇവിടെ അറിയണമെങ്കിൽ ഇവൻ തന്നെ വേണം. പറ്റിയ ചെക്കനെ ഒത്തു കിട്ടിയാ പിടിച്ച് കെട്ടിക്കാതെ പിന്നെ ഏത് കൊമ്പത്തെ ആലോചന വരുന്നും പറഞ്ഞാ നിങ്ങൾ നോക്കിയിരിക്കണത്. വരുമടി, ഇവിടെ വരും. ഇല്ലെങ്കിൽ ആ ബ്രോക്കറെ കൊണ്ട് ഞാൻ വരുത്തിക്കുവടി. എനിക്കോ 5 ക്ലാസിന്റെ പഠിപ്പോ തറവാടിത്തോ പാരമ്പര്യമോ ഒരു മണ്ണാങ്കട്ടയില്ല. പക്ഷെ എനിക്കില്ലാത്തേക്ക് എന്റെ മോക്കം. ഒരു യമണ്ടം വീട്, പുത്തൻ കാറ്, ത്വാന പണം, നല്ലൊരു അച്ഛൻ, നല്ലൊരു അമ്മ. ഇതില്ല. അവൾക്കും പരിപാടിയല്ല. ഒന്നാം തരം ചെറുക്കൻ, നല്ല പാരമ്പര്യമുള്ള തറവാട്ടി പറഞ്ഞ പഠിപ്പുള്ള അന്തസ്സുള്ളൊരു ചെറുക്കൻ. ഒരുപാട് ആലോചനകൾ വരും. എല്ലാം ഞാൻ മുടക്കുകയും ചെയ്യും. ലവന്റെ മോളുടെ കല്യാണം മുടക്കാൻ വേണ്ടി ഒരു 10-15 ഡിഗ്രിക്കാരെ ഞാൻ ജ്വാലിക്ക് വെക്കും. നിങ്ങൾ തമ്മിൽ ഇങ്ങോട്ടും അങ്ങോട്ടും മുടക്കിയ എന്റെ വീട്ടിൽ അരി വേവില്ലല്ലോ ഈശ്വര. ഈശ്വരാന്ന് വിളിക്കാതെ പ്രഭു സാറേന്ന് വിളിക്കണോ? ഓരോ കല്യാണം മുടക്കുമ്പോഴും പുളിങ്കുരു പോലെ കേഷന് തരുന്നതേ എന്റെ ചേട്ടനാ. ഇങ്ങോട്ട് നോക്കിക്കേ, എനിക്കൊരു ആഗ്രഹമുള്ളൂ. ലവന്റെ മോളുടെ കല്യാണം നടക്കുന്നതിന് 1 മണിക്കൂർ മുന്നെങ്കിലും എന്റെ മോളുടെ കല്യാണം നടക്കും. അതും ലവന്റെ ചെറുക്കനേക്കാളും ഒരു 2-2.5 പടി ഉയരത്തുള്ള ചെറുക്കനെ കൊണ്ട്. മുതലാളി, 2-2.5 പടി ഉയരത്തുള്ളതല്ല, ഒരു 18-18.5 പടി ഉയരത്തിലുള്ള ചെറുക്കനെ ഞാൻ കൊടുത്തരും. അത്രയും വേണ്ട. വേണ്ട. ലവടെ 1 PP ഊതിയ ഇവിടെ 5 PP ഊതിക്കും ഞാൻ. അവിടെ 1 ചെണ്ട മുഴങ്ങിയ ഇവിടെ 5 ചെണ്ട മുഴങ്ങണം. ലവടെ 1000 പേർക്ക് സദ്യ കൊടുത്താൽ ഇവിടെ 2000 പേർക്ക് സദ്യ കൊടുക്കും ഞാൻ. അവിടെ 500 രൂപ വാങ്ങിച്ചാൽ ഇവിടെ 1000 രൂപ വാങ്ങിക്കും ഞാൻ. ഒന്നും മിണ്ടണ്ട. ഈ ഒരു കല്യാണം ഒന്ന് നടന്നു കണ്ടാ മതിയേ. അപ്പൊ ഞാൻ ആ ഗൾഫിനായിട്ട് നാളെ ഇവിടെ എത്തും. അപ്പൊ ഞാനൊന്ന് ഇനി പോകുന്ന വഴിക്കേ അവിടെ കയറി പറഞ്ഞേക്കണം, നാളെ ഒരു ഗൾഫുകാരൻ ഇവിടെ പെണ്ണ് കാണാൻ വരുന്നുണ്ടെന്ന്. അവിടെ ആരും കാണാനില്ല. അല്ലെങ്കിൽ ഇപ്പൊ തന്നെ കയറി ചെറ്റത്തരം പറയണ. പറയാൻ പറഞ്ഞു. പറയണമെന്ന് പറഞ്ഞാ പറയരുത്, പറയണ്ടെന്ന് പറഞ്ഞാ പറയണം. മനസ്സിലായ? മനസ്സിലായില്ല. അപ്പൊ ഞാൻ ഗട്ടർ സൂക്ഷിച്ചു പോടേ. വെളിയിൽ നിന്നുള്ള അണ്ടിയുടെ വരവോടെ നമ്മുടെ അണ്ടിക്ക് മാർക്കറ്റില്ലാണ്ടായി പോയി. കച്ചവടമൊക്കെ നഷ്ടത്തിലാണ്. കൂടുതൽ ആളുകൾ പണി ചെയ്യുന്ന സ്ഥലം ഇതാണോ? പിന്നെ കാണാം. സ്ഫോടനം അപകടമല്ല. അണ്ടി കമ്പനി ആളിക്കത്തുന്നു. പ്രാണസാർത്ഥം ഓടുന്ന തൊഴിലാളി തരണി മേഖല അത് കോൺസെപ്റ്റോട്ടിലാണ്. തീവ്രവാദികൾ കാവടി പ്രവേശിക്കാം. പിന്നെ വെടിയോട് വെടി. ആ വെടിയിൽ ചില്ലു ജനാലകൾ തകരുന്നു. അതിന് പ്രത്യേക സ്റ്റോട്ട്. ഇവിടെയാണ് ബോംബോക്കാൻ പറ്റിയ സ്ഥലം. പിന്നെ ഒരു പൊട്ടിത്തെറി. പൊട്ടിത്തെറിയല്ല, മുഖം പൊത്തി അടിയാണ് വേണ്ടത്. എന്റെ അണ്ടി ഫാക്ടറി ആരാടാ ബോംബ് വെക്കാൻ നിന്നോട് പറഞ്ഞത്? ആ പ്രഭാരപ്രഭുവല്ലേ പറ. ഈ കോണാങ്കട്ടി വേഷം മാറി നടന്നാൽ ഞാൻ തിരിച്ചറിയില്ലെന്ന് വിചാരിച്ചോടാ ബ്രോക്കറെ? ഞാൻ ബ്രോക്കറല്ല, പി ആണ്. പി എന്ന് വെച്ചാൽ പാഴാണ്ടി എന്നാണ് അർത്ഥം. അല്ല, വലിയ വലിയ കോടീശ്വരന്മാരുടെ കൂടെ നടക്കുന്ന ചിങ്കരി എന്നാണ് അർത്ഥം. ഈ നാട്ടിൽ ഞാനല്ലാതെ വേറെ ആരാടാ കോടീശ്വരൻ? അയക്കെന്തിനാണ് ഇവിടെ പണി? സിനിമ പിടിക്കുന്ന പണി. അയ്യോ, അയാളിപ്പോ എവിടെയാണ്? പുതിയൊരു ദൂരദർശൻ തുടങ്ങാൻ വേണ്ടി വന്നതാ. അപ്പൊ പഴയ ദൂരദർശനൻ സർക്കാരല്ലേ, സാമ്പത്തിക ഞെരുക്കം കാണും. എന്റെ സാറിപ്പം മഹാഭാരതം പോലുള്ള സീരിയസ് ആയി പിടിച്ചോണ്ടിരിക്കുകയാണ്. 2 അണ്ടിക്കമ്പനി മുതലാളിമാരുടെ കുടിപ്പകയുടെയും മത്സരങ്ങളുടെയും കരളലിയിപ്പിക്കുന്ന ഇടി സീരിയൽ. ഒരു മുതലാളി മണ്ടൻ, മറുമുതലാളി മരമണ്ടൻ. അവസാനം ഇരുവരും തമ്മിൽ തല്ലി കുത്തിച്ചാകുന്നു. രഹസ്യം കഥ. അവസാന ഭാഗം പിടിക്കാൻ ഉദ്ദേശിച്ച ഞാൻ ഇവിടെ വന്നത്. ഞാൻ ലൊക്കാലിറ്റി കാണാൻ വന്നതാ. പൊട്ടിത്തെറി ഇവിടെ വെച്ചാണ് ഉദ്ദേശിക്കുന്നത്. അതിന്റെ കാര്യമാണ് ഞാൻ നേരത്തെ പറഞ്ഞത്. പച്ച തെറിയേക്കണ്ടെങ്കിൽ ഇറങ്ങി പൊയ്ക്കോ. ഞാൻ ഈ സ്ഥലം സിനിമാ പടം പിടിക്കാൻ കൊടുക്കൂല. ഇല്ലെങ്കിൽ വേണ്ട, പിന്നെ ചോദിച്ചില്ല പറഞ്ഞാന്ന് പറയരുത്. ഞാൻ പോവുന്നു. എങ്ങോട്ട്? കാലൊടിഞ്ഞ? ഇല്ല, ചിരട്ട സാറിന്റെ അടുത്തേക്ക് പോവേണ്. ആ സാറ് കമ്പനി തരാതിരിക്കില്ല. കമ്പനി തരുന്നെന്തിനാണ് ഉറപ്പ്? എന്റെ മുതലാളിയെ പോലൊരു അവിവാഹിതനും കോടീശ്വരനുമായ ഒരുത്തനെ വളർത്തിയെടുക്കാൻ ഏത് പെമ്മക്കളുടെയും ബുദ്ധിയുള്ള തന്തമാര് ശ്രമിക്കും. സുന്ദരൻ, സുമുഖൻ, സുശീലൻ, നായർ. ഓ, ചെറുക്കന്റെ പേര് സുശീലൻ നായർ എന്നാണല്ലേ ഫസ്റ്റ് പേര്? അതല്ല, അത് വിശേഷണം. പയ്യന്റെ പേര് ബാലകൃഷ്ണ.
ആരോടും പറയില്ലെങ്കിൽ ഞാൻ രഹസ്യം പറയാം. ആ പ്രഭു സാറിന്റെ മൂക്ക് വേണ്ടി ഈ മുതലാളി ആലോചിക്കാൻ എന്നെ ഏൽപ്പിച്ചിരിക്കുക. എങ്കിൽ ഞാൻ പോട്ടെ. പോകാൻ വരട്ടെ. ആലോചന ക്യാൻസർ ചെയ്യും. പണ്ടേ നിന്റെ സ്വഭാവം ഇങ്ങനെയാണ്. ഏതെങ്കിലും നല്ല കേസുകൾ വരുമ്പം നീ പ്രഭുവിന് തട്ടും, പിന്നെ ഞാൻ അത് മുടക്കാൻ നടക്കണം. ഡേയ്, ഈ ചെറുക്കനെ എനിക്ക് വേണം. ആ പ്രഭാര പ്രഭു ആശിച്ചത് ഞാൻ നേടിയെടുക്കും. നീ പടം പിടിക്കുകയെ ബോംബ് വയ്ക്കുകയെ എന്തൊരു വേണേ ചെയ്തോ. വേണേ എന്റെ അണ്ടി ഫാക്ടറി മുഴുവനോടെ നീ കത്തിച്ചോ. എടേ, എനിക്ക് ആ ചെറുക്കനൊന്ന് പരിചയപ്പെടണല്ലേ. തികച്ചും യാദർച്ഛികമായിട്ടാണ് പരിചയപ്പെട്ടതെങ്കിലും എനിക്ക് നിങ്ങളെ ഇഷ്ടമായി. നമുക്ക് വീണ്ടും കാണണം. എന്റെ മനസ്സിൽ ചില കണക്കുകൂട്ടലൊക്കെ ഉണ്ട് കേട്ടാ. ഓക്കെ. അവൻ മുമ്പേ എത്തി. ഓടുന്ന പട്ടിക്ക് ഒരു മുഴം മുൻപേ. ഇവൻ വന്ന സ്ഥിതിക്ക് ഞാൻ ഒരു കാര്യം തീരുമാനിച്ചു കഴിഞ്ഞു. എന്തൊരു ഡിസ്ക് എടുത്താലും ശരി, എന്റെ മോളെ ഈ ചെറുക്കനെ കൊണ്ട് തന്നെയും കിട്ടി. ഇത് റിസ്ക് തന്നെയാ. ഇതെന്റെ ഒരു വാശിയാണ്. സ്വന്തം മോളുടെ ജീവിതമാണ് സൂക്ഷിക്കണം. അതാണ് എനിക്ക് വലുത്. എന്നെ നീ ഒന്ന് പരിചയപ്പെടുത്തണം കേട്ടാ. യെസ്, ഞാൻ കുബേര, കുമാർ കുബേര. ഞാൻ കൃഷ്ണ, ബാലകൃഷ്ണ. ഇപ്പൊ പോയവ എന്തരന് ഇവിടെ വന്നത്? ഇയാളെന്തിനാ ഇപ്പൊ ഇങ്ങോട്ട് വന്നത്? ഞാൻ പരിചയപ്പെടാൻ. അയാൾ പരിചയപ്പെട്ടിട്ട് പോയി. ആ പോയ സാധനം ഫ്രോഡാണ് കേട്ടാ. ഈ നിൽക്കുന്ന സാധനം ഞാൻ ഡീസന്റ്. വലിയ മുതലാളിയാ കശുവണ്ടിയുടെ. എത്ര ഫാക്ടറി ഉണ്ട്? ഒന്നോ? ഈ നിൽക്കുന്ന മുതലാളിക്ക് 18 ഫാക്ടറി ഉണ്ട്. എന്തൊരു ഫാക്ടറി? പടം പിടിക്കുന്ന ഫാക്ടറി. അതും കേരളത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ പറഞ്ഞു കൊടുക്കിപ്പിയേ. ഒറീസ, ബീഹാർ, രാജസ്ഥാൻ, ഗുൽബർഗ, മധ്യപ്രദേശ്. വയറ് നിറഞ്ഞ്. ഈ നോക്കത്താ ദൂരത്ത് കണ്ണും നട്ട് കിടക്കുന്ന സ്ഥലം മുഴുവൻ മുതലാളി സ്വന്തമാക്കാൻ പോണു. ഒരു സ്റ്റുഡിയോ തുടങ്ങാൻ. ഈ ഫോട്ടോ എടുക്കുന്ന സ്റ്റുഡിയോ അല്ല, യുമാറ്റിക്. ഡ്രൈവർ. ഇയാൾക്ക് മനസ്സിലായില്ല, ശരിക്കും പറഞ്ഞു കൊടുക്ക്. ഈ ടിവിയിൽ വന്ന സിനിമയില്ലേ, അത് പിടിക്കുന്ന ഫാക്ടറി. ദൂരദർശനൻ. ആ പുതിയതായിട്ടൊരു ദൂരദർശനം തുടങ്ങാൻ വരുന്ന ആളാണെന്ന് ഇയാള് പറഞ്ഞു. തോനെ കായാവൂലേ? ഓ, ഒരു 5 കോടി. എടോ പിയെ, ഇവിടെ പരിസരത്ത് എങ്ങനെ 5 സ്റ്റാർ ഹോട്ടൽ വല്ലതും ഉണ്ടോ താമസിക്കാൻ? ഇല്ല സാർ. ഇല്ലേ? എങ്കിലും ദൂരദർശന്റെ പരിപാടി ഇവിടെ വെച്ച് അവസാനിപ്പിച്ചിരിക്കുന്ന അച്ഛനോട് ഫോൺ ചെയ്ത് പറഞ്ഞേരെ. എന്റെ വീട്ടിൽ താമസിക്കാന്ന് പറയണേ. സാർ, സാറിന് വിരോധം ഇല്ലെങ്കിൽ ഈ കുബേർ സാറിന്റെ വീട്ടിൽ താമസിക്കാം. എനിക്കത് ബുദ്ധിമുട്ടാവും. ഇപ്പൊ ഇവിടുന്ന് പോയ ആൾ ഇത് തന്നെയല്ലേ പറഞ്ഞത്? അയ്യോ, അവന്റെ വീട്ടിൽ താമസിക്കരുത്. അവന്റെ ഭാര്യയ്ക്ക് പകർച്ചവ്യാധിയാണ്. നിങ്ങളുടെ ഭാര്യയ്ക്ക് ഒരു വ്യാധിയില്ല. ക്ലീൻ. ഇനി വരാതെ നോക്കണം. മറ്റൊരു വഴിയില്ലെങ്കിൽ നമുക്ക് ഇയാളുടെ വീട്ടിൽ താമസിക്കാം അല്ലേ? ഡ്രൈവർ, ഒരു 50,000 രൂപ ചെക്ക് എഴുതി. അയ്യോ, പണം തന്നെ എന്നെ അവമാനിക്കരുത്. ഇതൊരു സഹായമായിട്ട് കരുതണം. എന്റെ മനനിമ്മതിക്ക് വേണ്ടി. ശരി ശരി ശരി, എങ്കിൽ നമുക്ക് ഇയാളുടെ വീട്ടിലേക്ക് പോവാം. ഡ്രൈവർ, വണ്ടി എടുക്കും. ഇതാണ് എന്റെ ഭവന. അപ്പൊ അതോ? അതൊരു കൂതറ ദരിദ്രവാസിയുടെ. അയൽവാസി ഒരു ദരിദ്രവാസി അല്ലേ? മൊത്തത്തിൽ ആ. ഒരു ചീപ്പ് ലുക്ക്. നമ്മുടെ സർവൻസിന്റെ കോട്ടേജിന്റെ അത്ര പോലും വലിപ്പമില്ല. കുറച്ച് ദിവസത്തേക്കല്ലേ അഡ്ജസ്റ്റ് ചെയ്യാം. ഡ്രൈവർ, പെട്ടി എടുക്കൂ. പെട്ടിറേ. ചെന്താമരം. എടടേ. എന്താ എന്താ ഇവൻ എന്തോന്ന് ഇത് 10 കിലോ പെട്ടി വെച്ച് തിരിഞ്ഞു കളിക്കുന്നത്? തട്ടി തോളിക്കെട്ടടാ. കേട്ടടേ. തട്ടി തോളിക്കെട്ടടാ. കേട്ടടാ. ഇങ്ങോട്ട് പറയും, ഇങ്ങോട്ട് പറയും. ഇതൊക്കെ ഒരു നേക്കാ. ഇത്രേ ഉള്ളൂ, ഇത്രേ ഉള്ളൂ. ഈസി അല്ലേ? തൊഴിലെന്താണെന്ന് ഇപ്പോഴാ അറിയിക്കണ. എന്തൊരു രണ്ടു കൂടെ കിന്നാരെ ഈ പറയണത്? മുതലാളിയുടെ ഒരു കാര്യം കണ്ട തൊഴിലാളിയാണെന്ന് ആരും പറയൂ. എടേ, അറിഞ്ഞുകൂടാത്ത വേലകൾ പറഞ്ഞു കൊടുക്കണേന് ഒരു തെറ്റുമില്ല. അത് ശരിയാ. നീ എന്തോന്ന് തലയിൽ ലോഡും കെറ്റി മിഴുങ്ങാൻ നിൽക്കുന്നത്? അകത്തോണ്ട് പോയി തട്ട്. അയ്യോ, അവ എന്നെ തട്ടി കൊണ്ട് അകത്തു വയ്യടേ. ചുമട് അകത്തുകൊണ്ട് തട്ടാ ഇപ്പൊ പറഞ്ഞു. ഈ ഭാഷകൾ എങ്ങനെ പഠിച്ച്? ഇവന്മാരോട് സംസാരിക്കാൻ വേണ്ടി മുതലാളി ട്യൂഷൻ എടുത്ത് പഠിച്ചതാ. തന്നെ ഇറങ്ങി നിൽക്കുന്ന ചെവല കൂതറ. മോനെ, നീ എപ്പോഴാണ് ഇവിടെ ദൂരദർശനം തുടങ്ങാൻ പോണത്? കോടിക്കണക്കിന് കായ് ചെലവാവില്ലേ? പിന്നെ ചില കഴിപ്പണം കെട്ടവന്മാരെ കൊണ്ട് ഒരു ഇരിക്കെ പുറതെയില്ല. ചെല്ല ഇവിടെ നിന്നാ കണ്ണു വിട്ടുവിടും. വാ, അകത്തോട്ട് പോവാം. നമുക്ക് വെള്ളങ്ങളൊക്കെ കുടിച്ചിരിക്കാം. ഇവിടെ പലരും വിചാരിച്ചിട്ട് നടക്കാത്ത പല കാര്യങ്ങളും ഇനി ഈ കുബേരൻ നടത്തും. ഒലത്തും. എന്താ? അയൽവാസി ഒരു ദരിദ്രവാസി. അത് നിന്റെ അച്ഛൻ. വാ. ഓ, ഇത്രയും സൗകര്യങ്ങളൊക്കെ ഇവിടെ ഉള്ളൂ. ഇവിടെ താമസിക്കണേന് വിരോധമൊന്നും ഇല്ലല്ലോ. നോക്കാം നോക്കാം. ഹലോ, മച്ചനോട് സാറിന സാറിന. ഹലോ. ആ, എടാ തെണ്ടി, നീ കുറച്ചു നാളായി ചെന്താമരയുടെ കാര്യം പറഞ്ഞ് എന്നെ ഭീഷണിപ്പെടുത്താൻ തുടങ്ങിയിട്ട്. നീ അധികം വെളിച്ചിലെടുത്താണ്ടല്ലോ, ആ കോട്ടും സൂട്ടും ഊരി ഞാൻ അങ്ങോട്ട് പോവും. പിന്നെ നിന്റെ മുമ്പിൽ ഇരിക്കണ കോന്തന്റെ മകളെ കെട്ടണ എനിക്കൊന്ന് കാണണം. हम तुम के कमरे में बंद हो, राजा का रानी से प्यार हो गया. ഓ, അവന്റെ ഒടുക്കത്തൊരു ഹിന്ദി പാട്ട്. ഫോൺ വെക്കട മൈച്ചാനെ. अच्छा अच्छा, मनीषा कोड़ियाला से पकड़ो. ആ, ഓഫി ഓഫി. നമ്മുടെ സീരിയലിൽ
ആദ്യത്തെ എപ്പിഡോസിൽ മനീഷ കൊഴിയാളയ്ക്ക് ഡേറ്റ് ഇല്ല. നമുക്ക് ജൂഹി ചൗളയെ ബുക്ക് ചെയ്യാം സർ. അയ്യേ ചാള വേണ്ട അയ്യം നമുക്ക് നെമ്മി വാങ്ങിക്കാം നെമ്മി. അച്ഛാ അച്ഛാ അച്ഛാ. അല്ല അച്ഛന്റെ കാര്യം കേട്ടപ്പോഴാണ് ഒരു കാര്യം നിരൂപിച്ചത്. ബാലകൃഷ്ണന്റെ അച്ഛന്റെ പേരെന്തര്? മാട്ടുപ്പെട്ടി മഹാദേവൻ. നീ എന്തിനാ എന്റെ അച്ഛന്റെ പേര് പറഞ്ഞത്? എന്റെ അച്ഛൻ മരിച്ചുപോയില്ലേ? അച്ഛൻ മരിച്ച കടക്കാരുടെ തന്തയുടെ പേര് പറയാ. ഈ സിറ്റുവേഷനിൽ കാശുകാരനായ ഒരു തന്തയാണ് ആവശ്യം. അത് കേട്ടത് ആ കുബേരനകത്തോട്ട് പോയി. ഇനി എങ്ങാനും അയാൾക്ക് മഹാദേവനെ പരിചയം ഉണ്ടാവുമോ? ഉണ്ടാവോ? ഉണ്ടാവോ? നീനെ നമ്മുടെ ഫാക്ടറി വരുന്ന കശുവണ്ടിയൊക്കെ എവിടെ നിന്നാണെന്ന് അറിയാം? കശുമാവിന്ന്. ആ മിടുക്കി. എടി തൂവലെ മഹാദേവന്റെ തോട്ടത്തിൽ നിന്നാണ്. ആഹാ. ആ അയാളുടെ മോൻ നമ്മുടെ മോളെ കെട്ടിയ അണ്ടി പുറത്തൊന്നും വാങ്ങിക്കണ്ടല്ലോ. അത് ശരിയാ. ആ ഇനിയിപ്പോ അയാളെങ്ങനെ പോലീസിൽ ഫോൺ ചെയ്യോ? എങ്കിൽ എല്ലാവരും അകത്തായത് തന്നെ. തലം കാലിയാക്കുന്നതാണ് ബുദ്ധി. വാ 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 വാ. നില്ല്. ഇനി വാടി. ഇതാണ് മാധവന്റെ മോൻ ബാലകൃഷ്ണൻ. ബാലകൃഷ്ണ. തെറ്റിപ്പോയി. ഇതെന്റെ ഭാര്യ ലീല. ലീല കുബേര. ഹലോ. ഹലോ. എവിടെ ലക്ഷ്മി? ലക്ഷ്മി. ലക്ഷ്മി ലക്ഷ്മി. ഓ അപ്പൊ ഇവിടെ വേറെ പെൺകുട്ടികളൊക്കെ ഉണ്ടല്ലേ? പെൺകുട്ടികളില്ല, ഒരു പെൺകുട്ടിയേ ഉള്ളൂ. എന്റെ മോള് ലക്ഷ്മി, സാക്ഷാൽ മഹാലക്ഷ്മി. എന്തിനാ ഡാഡി വിളിച്ചേ? പ്യാടിച്ചു വായ. മോൻ കഴിഞ്ഞിട്ട് പാടി. മാടപ്രാവിനെ പോലെ കുണുങ്ങി പോണത് കണ്ടടിയേ. പകർച്ചവ്യാധിയാണോ? അയ്യോ അല്ല, മുഖത്തിനൊരു പോതരവ് കിട്ടാൻ വേണ്ടി പെരട്ടണ കുഴമ്പ്. എന്തിനാ എന്റെ പേര്? അതിപ്പോ നിനക്ക് പറഞ്ഞൂടെ? പിന്നെ എന്തൊരു പുല്ലിന് നീ സൗന്ദര്യക്കടയിൽ കയറി ഇറങ്ങണം. അതുപോലെ മോള് കണ്ണി കണ്ട മാസികളൊക്കെ വായിച്ച് അവൾ എന്തൊരു കണ്ടാലും എടുത്ത് മോന്തയ്ക്ക് പരട്ടും. വെള്ളരിക്കണ്ട അവള് വിടൂല്ല. വെട്ടിയെടുത്ത് കണ്ണി ഒട്ടിക്കും, ക്യാരറ്റ് എടുത്ത് ചുരണ്ടും, റവ എടുത്ത് തലയെ തേക്കും, കുളിക്കുന്നത് പയറുപൊടി തേച്ച്, മോൻ കഴിവണത് ആട്ടും പാലില്. ഓ ചെലവോട് ചെലവ്. എന്തൊരു കഷ്ടം. ഞാൻ ഒരു പണക്കാരനല്ലായിരുന്നു, ഇപ്പൊ പിച്ചക്കാരനായന്. എന്തൊരു അവര് പെക്കളഞ്ഞത്. എത്ര കോടി രൂപ കിട്ടിയാലും ഈ അവതാരത്തിന് എനിക്ക് വേണ്ട. അയ്യോ, ഒറിജിനൽ രൂപത്തിന് യാതൊരു കുഴപ്പമില്ല. അത് നിനക്ക് എങ്ങനെ അറിയാം? ഇതെന്തൊരു ചർച്ചകള്? അല്ല, ഈ പ്രായത്തിലുള്ള പെൺപിള്ളേരുടെ വീട്ടിൽ കഴിയാൻ മടിയാണെന്ന് മടിച്ച് പറയായിരുന്നു മുതലാളി. ഇതേതാ ഈ കുട്ടി? എന്റെ മോള്. എനിക്കിഷ്ടമായി. ഈ വീടും പരിസരവും ഒക്കെ പരിചയപ്പെട്ടില്ല. സോറി. ഞാൻ ബാലകൃഷ്ണ. തിരക്കിൽ നിന്നും തിരക്കിലേക്ക് തിരക്കിട്ട് കുതിക്കുന്ന ഒരു ബിസിനസ്സുകാരൻ. മഹാഭാരതം കാണാറുണ്ടോ? ആ ബുക്ക് കൂടെ വാങ്ങിച്ചു വെച്ചിട്ടുണ്ട്. 300 രൂപയായി. അതല്ല, ടിവിയില്. ഇതൊക്കെ ടിവിയിലും വന്ന കണ്ടിട്ടുണ്ടോ? ഉണ്ട്. രാമായണം. ഉണ്ട്. ഇത് രണ്ടും നിർമ്മിച്ച ഞാനാ. വേറെ വേറെ പേരുകൾ. അതെന്തരന്? ഇൻകം ടാക്സ്. ഓ ഈ സീരിയലല്ലാതെ സിനിമയൊന്നും പിടിച്ചിട്ടില്ല. കൂലി നമ്പർ 1. കൂലി ഇംഗ്ലീഷ് സിനിമ. ഇനി ഞാൻ കഥ, തിരക്കഥ, വസനം എഴുതി സംവിധാനം ചെയ്യുന്ന ഒരു സീരിയൽ നിർമ്മിക്കാൻ പോകുന്നു. എത്ര എപ്പീസ്? 1000. ഇത്രയും നീളോ? അതേത് സീരിയൽ? രാമായണം 2ാം ഭാഗം. ഇംഗ്ലീഷാ. ഒരു ചെറിയ വേഷം ഞാനും അഭിനയിക്കുന്നുണ്ട്, രാമന്റെ. എന്റെ മനസ്സിലുള്ള സീതയുടെ രൂപം ഇതാണ്. സെലക്ട് ചെയ്താ ഇപ്പൊ ഏതാണ്ട് കൊത്ത ലക്ഷണമുണ്ട്. എന്തരത്ത്? അല്ല, സീത നായിക ജൂഹികൾക്ക് പകരം. മുതലാളി, ഞാനിപ്പോ പോട്ടെ. താനോടെ പോന്നു? അച്ഛന്റെ അടുത്തേക്ക്. ഇവിടെയുള്ള എല്ലാ കാര്യങ്ങളും അച്ഛനെ പറഞ്ഞ് മനസ്സിലാക്കണം. വലിയ വിഷമക്കാരനാ. ഇവിടെ എല്ലാ കാര്യങ്ങളും ഭംഗിയായി നടന്നു കഴിയുമ്പോ ഞാനിങ്ങെത്താ. പോലെ താൻ പോയാൽ ശരിയാവില്ല. യവൻ പോണെങ്കിൽ പോട്ടെ. മോന്റെ എല്ലാ കാര്യങ്ങളും നോക്കി ഞാൻ ഇല്ല ഇവിടെ. മേളിലാണ് മുറി, അങ്ങോട്ട് ചെല്ല്. പോ. നീ എങ്ങോട്ട് വെച്ച് വിടുന്നത്? ഡ്രൈവർക്ക് പുറത്ത് ഷെഡിൽ താമസിക്കാം. വാ പോ. നീ അങ്ങോട്ട് ചെല്ല്. പോടേ. അങ്ങോട്ട് ചെല്ല്. എന്തിനടേ നിന്ന് വടവണത്? ഇവൻ തറയാണല്ലേ. മോളെ, ഡ്രൈവറെ തട്ടി ഷെഡിലും കയറ്റി അവനെ പിടിച്ച് മുറിയിലും ആക്കി. ഇനി പിടി മുറിക്കേണ്ടത് നീയാണ്. ഞാനോ? എന്തിന്? വാ എടി, അവനെ കുറിച്ച് എന്റെ അഭിപ്രായം എന്തിനാണ്? ജെന്റിൽ ആൻഡ് ഹാൻസം. അങ്ങനെ വരട്ടെ. എടിയേ, എവള് പറഞ്ഞതിന്റെ അർത്ഥം എനിക്ക് മനസ്സിലായില്ലെങ്കിലും ഇവളുടെ മുഖഭാവത്തിന് സംഗതി പിടികിട്ടി. എന്തിന്? കൊന്താം. എവക്ക് അവനെ ബോധ്യമായി. കണ്ടോ എടി, ഇനി അവന് എവളെ ബോധിക്കാൻ എന്തിനു ചെയ്യണം? നിന്റെ മോക്ക് ലൈൻ അടിക്കാൻ അറിയാം? നീ പറഞ്ഞു കൊടുക്കണം. നീ എന്നെ വളച്ച് വീഴ്ചകളല്ലേ എക്സ്പോർട്ട്. എന്താ ഒന്നും മിണ്ടാത്തെ? ഏയ്, ഡാഡി ബോലാക്കി.
आप हिंदी बात कर सकते हैं? डैडी को हिंदी नहीं आता, हम हिंदी में बात करेंगे. बोलो. क्या? എന്റെ മോക്ക് ഹിന്ദി നന്നായിട്ട് അറിയാം. അതെനിക്കറിയില്ലായിരുന്നു. എന്തിന് ഹിന്ദിയാ? ലക്ഷ്മിക്ക് ഹിന്ദി അറിയാമെന്നും അച്ഛൻ അത് അറിയില്ലെന്നും എനിക്കറിയാൻ പാടില്ലായിരുന്നു. आपने दिलवाले दुल्हनिया ले जाएंगे देखा? आप किसी से प्यार किया है क्या? इश्क हुआ. എന്തരാണ് എന്റെ മോൾ ഹിന്ദിയിൽ പറഞ്ഞത്? ഭക്ഷണമൊക്കെ ഇഷ്ടപ്പെട്ടോന്ന് ചോദിച്ചാ. അയ്യോ, അവക്ക് ഇംഗ്ലീഷ്, ഹിന്ദി, മറാഠി എന്നീ ഭാഷകളുടെ പോരായ്മകൾ ഇനി മോ വേണം തീർത്തു കൊടുക്കാൻ. അത് ഞാൻ ഏറ്റു. നിർത്തിയ നിറഞ്ഞു. ഒരു പഴം കൂടി താങ്ങൂല്ലേ? താങ്ങൂല. അയ്യോ, ഇത്തിപ്പൂരല്ലേടി തിന്നുള്ളൂ. എന്താ വിശപ്പൊന്നുമില്ലേ? കഴിക്കണ്ടേ? ഇതെന്താ രണ്ടു മാത്രം? ഒന്ന് പറ്റിക്കാം. അയ്യേ, അകത്ത് നിങ്ങളുടെ മുതലാളിയെ സൽക്കരിച്ച് തീറ്റിച്ച് കൊല്ലും. മതി. എനിക്ക് ചേട്ടൻ കല്യാണം കഴിച്ചാണോ? എന്തിനാ? അല്ല, എനിക്ക് ചില ആലോചനകളൊക്കെ വരണുണ്ട്. എവിടെ വീട്? കുറച്ച് തെക്കാ. തെക്കെന്ന് പറഞ്ഞ വടക്കിന്റെ ഓപ്പോസിറ്റ്. അച്ഛനും അമ്മയൊക്കെ ഇന്നലെ വരെ ഉണ്ടായിരുന്നു, ഇന്ന് രാവിലെ അച്ഛനെ വിറ്റു. വലിയ ദേഷ്യക്കാരനാണല്ലേ? സന്തോഷമായി. നീ ഹാപ്പി ആണല്ലോ, എനിക്ക് അത് മതി. പഞ്ചാര അടിച്ചോ. പിന്നെ ഒരു കാര്യം, ഭക്ഷണം കഴിക്കുമ്പോ സൂക്ഷിക്കണം, ആക്രാമം കഴിക്കരുത്. നീ എന്താ ഇവിടെ? നീയോ? നിങ്ങൾ കാട് തെറ്റി. നിങ്ങൾ ഉദ്ദേശിക്കുന്ന ആളല്ല ഞാൻ. ഞാൻ പെട്ടെന്ന് തെറ്റിദ്ധരിച്ചു. ഇതുപോലൊരുത്ത മാട്ടപ്പെട്ടി മാർക്കറ്റിലുണ്ട്. കുറച്ചാളായിട്ട് അവനെ കാണാനുമില്ല. അത് ഞാനല്ല. പിന്നെന്താ ഒരു ചമ്മൽ മുഖത്ത്? അതെന്റെ ഒരു ശീലമാ. പരിചയമില്ലാത്തവരെ പെട്ടെന്ന് കണ്ട ഒരു ചമ്മൽ വരും. അതൊരു നല്ല ശീലമല്ല. എന്താ പേര്? സച്ചിൻ ടെണ്ടുൽക്കർ. ഓഹോ, തന്നെ പോലൊരു തെണ്ടി പണ്ട് എന്റെ കടയിലേക്ക് വരുന്ന ഡസൻ കണക്കിന് ലോറികളിൽ ലോഡ് ഇറക്കാൻ വരാറുണ്ടായിരുന്നു. അവന്റെ പേര് കണ്ണപ്പൻ, ഒരു കൂലി. ആ ചായയാണ് നിനക്ക്. അങ്ങനെ ഒരേ ചായയിൽ ഒത്തിരി പേര് കാണും. അതിലൊരുത്തൻ കൂലിയായിരിക്കും, മറ്റൊരുത്തൻ പണക്കാരനായിരിക്കും. അപ്പൊ പിന്നെ കാണാം. പരിചയപ്പെട്ടതിൽ വളരെ സന്തോഷം. ഓക്കെ. എടാ, നീ ഏത് കോലം കെട്ടിയാലും ആ കൂലി ചായ നിന്റെ മോന്തയ്ക്ക് മാറത്തില്ലേ? കാടി വെള്ളത്തിൽ വീണ കാക്കയെ പോലെ വേഷം കെട്ടിയ നിന്നെ ഞാൻ തിരിച്ചറിയില്ലെന്ന് വിചാരിച്ചോ? നീ വെറും ഒരു കൂലിയാണെന്ന് ഞാൻ വിളിച്ചു പറഞ്ഞാൽ നീ ഇന്നാറും ഞാൻ ഇന്നാറും. നിനക്ക് മാട്ടുപ്പെട്ടി ചന്തയിൽ പഴയ കൂലിക്കാരനായിട്ട് കഴിയണോ, അതോ ഈ വീട്ടിലെ പെണ്ണിനെയും കെട്ടി സുഖമായിട്ട് ജീവിക്കണോ? വന്നു കയറിയ മഹാലക്ഷ്മിയെ കുറ്റിച്ചൂലുകൊണ്ട് അടിച്ച് പുറത്താക്കണ്ടല്ലേ? ഒരു ഒത്തുതീർപ്പാകാം. എങ്കിലേ നമ്മൾ രണ്ടും രക്ഷപ്പെടും. ഓക്കെ? ഓഹോ, അത് ശരി. ഇപ്പോഴാണ് എനിക്ക് സംഗതികൾ പിടികിട്ടിയത്. മതിയായില്ലേ? നിങ്ങൾ പരിചയക്കാരാണല്ലേ, ഫ്രണ്ട്സ്? അതിരിക്കട്ടെ, ഈ വെളും പയ്യാത് ഈ വീട്ടിൽ അതിഥിയായിട്ട് താമസിക്കുന്ന ആളാ. അയ്യോ, നിങ്ങളും എങ്ങനെ പരിചയം? വിമാനത്തിൽ വെച്ചുള്ള പരിചയം. ബിസിനസ് യാത്രകൾ. മാസത്തിൽ 28 ദിവസവും വിമാനത്തിലാണല്ലോ. എന്തൊരു കണ്ണൻ, എന്തൊരു ബിസിനസ്? ഞങ്ങൾ ബിസിനസ്സുകാരത്ത് ബിസിനസ് എന്താന്ന് ചോദിക്കരുത്. 100 കൂട്ടം ബിസിനസ് അല്ലയോ? പരിചയപ്പെട്ട ഈ സന്തോഷം. നമുക്ക് അകത്തോട്ടിരുന്ന് സംസാരിക്കാം. ഓ, അതിനെന്താ? ഞങ്ങളെ ഈ വീടുകൾ തമ്മിലേ ബന്ധമുള്ളൂ. പക്ഷെ വീട്ടുകാർ തമ്മിൽ നല്ല ശത്രുതയല്ല. ലാവന്റെ കുറെ കാര്യങ്ങൾ ഞാൻ പറഞ്ഞുതരാം. എടേ കണ്ണാ, മോനെ നീ എങ്ങോട്ട് പോണത്? അവിടെ മാന്യന്മാർക്ക് കേറാൻ പറ്റിയ വീടല്ലടേ. നീ മാന്യനല്ലാത്തോണ്ടല്ലേ എന്റെ അതിര് കിടന്ന് ഇപ്പുറത്തോട്ട് വന്ന. അപ്പുറത്ത് പോണേ. ഇതെന്താ ഇന്ത്യയും പാകിസ്ഥാനും പോലെ അതിർത്തി വരെയൊക്കെ? ലവനെ വിളിച്ചിറക്കി കൊണ്ടുപോകാൻ തന്നെ വന്നത്, അല്ലാതെ നിന്റെ പെമ്പറിനോരെ കൂടെ പൊറുക്കാനല്ലടേ. അനാവശ്യം പറഞ്ഞ നിന്റെ പറങ്ങാണ്ടി മോന്തെ അടിച്ച് പൊളിച്ചളെ. അറിയാം നിനക്ക്? ഓ, നീ മൊത്തമായി ഷേവ് ചെയ്യും. അച്ചി ആരാ എന്നെ പറ്റി പറഞ്ഞു? എന്നെ ചോദിക്കൂലേ? നല്ല പിടിച്ച വർത്താനം എന്റെ വായിന്ന് കേൾക്കണ്ടെങ്കിൽ വിളിച്ചോണ്ട് പോയില്ല. തള്ള അണ്ടി കമ്പനി അണ്ടി പൊളിക്കാൻ വന്ന നിനക്ക് അത്തരം വർത്താനം വരുവടി. എടി മുറ്റ അടിക്കാൻ വന്ന നീ അടിച്ചടി മരപ്പെട്ടി മാക്കാനെ കൊണ്ടല്ലേ പോയത്? വിളിച്ചോണ്ട് പോടേ നിന്റെ പമ്പക്കാരെ. നീ ആണാണെങ്കിൽ നിന്റെ പെമ്പറിനോട് ആദ്യം കൊണ്ടുപോകണേ. ഞാനായതുകൊണ്ടാണ് ഇതുപോലൊരു പൈങ്കിളി കൊച്ചടിക്കൊണ്ടായത്. അയൽവക്കത്ത് നല്ല ആണുങ്ങളുണ്ടെങ്കിൽ പൈങ്കിലും ഉണ്ടാവും. അങ്ങനെ ഉണ്ടായതാണ് നിന്റെ മോള്. ഇത്തരം മാറിയ ചെറ്റ വർത്താനം ചന്ത പോലും ഞാൻ കേട്ടിട്ടില്ല. ഇതിനേക്ക് അപേക്ഷിച്ച് കൂലീസ് എന്ത് ഡീസന്റ് ഇല്ലടേ? പിന്നല്ലാതെ. എവിടുന്ന് കിട്ടിയടേ യവനെ? ഊരും പേരും അറിയാത്ത യവനെ മോളുടെ കൂടെ പൊറുപ്പിച്ചില്ലേ? ആര് പറഞ്ഞടാ അവന് ഊരും പേരും ഇല്ലെന്ന്? നിനക്കൊന്നും സ്വപ്നത്തിൽ പോലും ചിന്തിക്കാൻ പറ്റാത്ത കോടീശ്വരനാണ് ഇവൻ. അറിയാം? അതിനേക്കാൾ വലിയ കോടീശ്വരനാണ് പച്ചവന്. നീ പോടാ മറച്ചവന്. ഇവൻ ആരാണെന്ന് എനിക്കറിയാം. ഇവനാണ്
ഈ വീട്ടിൽ ഞാനൊരു ഗസ്റ്റായി താമസിച്ച കുറ്റത്തിനാണോ ഈ വഴക്ക്? എന്റെ ആത്മാർത്ഥ സുഹൃത്തുമായി ഈ വീട്ടിന്റെ മുറ്റത്ത് നിന്നും സംസാരിച്ചതിനാണോ ഈ വഴക്ക്? ഈ പാവം പെൺകുട്ടിയെയും എന്നെയും ചേർത്ത് എന്തെല്ലാം അപഖ്യാതികളാണ് നിങ്ങൾ പറഞ്ഞത്? ഞാൻ മൂലം ചീത്ത പേര് കേൾക്കേണ്ടി വന്നതിൽ കുട്ടിക്ക് വിഷമമുണ്ടോ? പ്രായശ്ചിത്തം ചെയ്യാൻ ഞാൻ തയ്യാറാണ്. ഈ നിൽക്കുന്ന കുബേരയുടെ മകൾ ലക്ഷ്മി കുബേരെ ഏറ്റവും അടുത്ത മുഹൂർത്തത്തിൽ ഞാൻ കല്യാണം കഴിച്ച് ഈ ചീത്ത പേര് മാറ്റും എന്ന് ഇതിനാൽ പ്രഖ്യാപിച്ചുകൊള്ളുന്നു. മോനെ കണ്ണ രക്ഷിക്കടേ, നീയും പ്രഖ്യാപിക്കടേ. ആഹാ, അങ്ങനെയാണെങ്കിൽ ഈ നിൽക്കുന്ന പ്രഭാര പ്രഭുവിന്റെ മകൾ പാർവതി പ്രഭുവിനെ എന്റെ ആത്മസുഹൃത്തിന്റെ കല്യാണത്തിന്റെ അന്ന് ഞാൻ കല്യാണം കഴിക്കുമെന്ന് പ്രഖ്യാപിച്ചുകൊള്ളുന്നു. No one's called. No one sent a note. Okay, I don't understand why they're scared. പെട്ടെന്നുള്ള വാശിയിൽ കല്യാണം നിശ്ചയിച്ചെങ്കിലും നിന്റെ അച്ഛന്റെ കൂടെ വിവരം പറയേണ്ട മര്യാദകൾ നമുക്കില്ലേടെ? ഏയ്, അതിന്റെ ഒന്നും ആവശ്യമില്ല. അറിഞ്ഞാലും അച്ഛൻ സമ്മതിക്കില്ല. എങ്കിലും ഒന്ന് സൂയിപ്പിച്ചരേ. അത് വേണോ? ഹലോ ഹലോ, അച്ഛൻ ഞാൻ കണ്ണനാ. അച്ഛനോ? അച്ഛനാ? അച്ഛനാ കേടിയ വള്ളി വാണിച്ചു. അച്ഛൻ നിശ്ചയിച്ചിരിക്കുന്ന പെണ്ണ് വലിയ കോടീശ്വരി ആയിരിക്കും. പക്ഷെ എനിക്ക് ആ കല്യാണം വേണ്ട. എനിക്ക് മറ്റൊരു പെൺകുട്ടി ഇഷ്ടമാണ്. അച്ഛനെ നടത്തി തരണം. നടക്കില്ലെന്നോ? എന്ന് പറഞ്ഞാൽ എങ്ങനെയാ? ഞാൻ സ്നേഹിച്ചു പോയി. കേട്ടിട്ടില്ലേ കുബേരയെ കുറിച്ച്? അദ്ദേഹത്തിന്റെ മകളാ. കേട്ടിട്ടില്ലെന്നോ? കേട്ടിട്ട് പോലും ഇല്ലെന്ന്. ഞാൻ വാക്ക് കൊടുത്തു പോയി. ഇനി പിന്മാറില്ല. എന്ത്? അച്ഛൻ ജീവിച്ചിരിക്കുമ്പോൾ നടക്കില്ലെന്നോ? അച്ഛന്റെ മോനാണ് ഞാനെങ്കിൽ എനിക്ക് ഇഷ്ടപ്പെട്ട പെണ്ണിനെ ഞാൻ കെട്ടു. ഇത് സത്യം, സത്യം, അസത്യം. ആഹാ, എനിക്കുണ്ട് വാശി. ഞാൻ എനിക്ക് ഇഷ്ടപ്പെട്ട പെണ്ണിനെ കെട്ടു കെട്ടു കെട്ടു. അച്ഛന്റെ കാഴ്ചപ്പാടി നിങ്ങളൊക്കെ വെറും സാധാരണക്കാരാ. ചുരുങ്ങിയത് 50 കോടിയുടെ സ്വത്തെങ്കിലുള്ള പെണ്ണിനെ കൊണ്ട് എന്നെ കെട്ടിക്കൊള്ളുന്ന. അതില് കാര്യമില്ല. കെട്ടി കഴിഞ്ഞാ പിന്നെ അച്ഛൻ എന്തിനു ചെയ്യാൻ? അതെ അതെ, പെണ്ണ് ഗർഭിണിയോടായി കഴിഞ്ഞാൽ പിന്നെ എന്തറിഞ്ഞാലും ഏതച്ഛനും സമ്മതിക്കും. അച്ഛനാണെ സമ്മതിക്കില്ലേ? പിന്നെ സമ്മതിച്ചില്ലേ പിന്നെ അച്ഛനല്ല, മൃഗമാണ് മൃഗം. എനിക്ക് സന്തോഷമായി. അച്ഛൻ മൃഗം എന്ന് പറഞ്ഞ എന്തിനിത്ര സന്തോഷിക്കണത്? ലക്ഷ്മി, തൽക്കാലം ഈ കല്യാണം രഹസ്യമായിട്ടങ്ങ് നടത്തിയാലോ? അതെ അതെ, ഇത് ഞാൻ അങ്ങോട്ട് പറയാതിരിക്കായിരുന്നു. ഓ തന്നെ, നമുക്ക് റൈസ് കല്യാണം മതിയടേ. ഞാൻ വിചാരിച്ച പോലെ എന്നെ ആയി. കെട്ട് കഴിഞ്ഞാണ് മാല ഇടേണ്ടത്, അല്ലാതെ കെട്ടാൻ വരുമ്പോഴല്ല. എടേ കുമാര, നിന്റെ മോളുടെ കല്യാണം നടക്കുന്നതിന് 1 മണിക്കൂർ മുമ്പേ എന്റെ മോളുടെ കല്യാണം നടക്കണമെന്ന് എനിക്ക് വാശി ഉണ്ടായിരുന്നു. അത് നടന്നോടെ? നടന്നില്ലടേ. 1 മണിക്കൂറിന് മുമ്പ് അവർ അമ്പലത്തിൽ വെച്ച് താലി കെട്ടിയ ശേഷമാണ് രജിസ്റ്ററിൽ ഒപ്പിടാൻ ഇങ്ങോട്ട് വന്നത്. മാറിയില്ലേ? തൊട്ട 7 ആറ്റി കുളിക്കണം. ഞാനേ 1 മിനിറ്റ്, ഇപ്പൊ വരാം. ഫ്രണ്ട്സ് വന്നിട്ടുണ്ട്. ഈ സമയത്ത് എന്താ ഇവനെ കൊണ്ട് കെട്ടിയെടുത്തത്? അയാൾ വരണമെന്ന് പറഞ്ഞു. അയാൾ പറഞ്ഞു, നീ കൊണ്ടുവരൂ. എനിക്ക് അതിനിടി വെച്ചിട്ടുണ്ട്. ഞാൻ പ്രതീക്ഷയിൽ നേരത്തെ സംഗതി. കൺഗ്രാചുലേഷൻ. ഇതാ പറഞ്ഞു തുക. ഇനിയിപ്പം എന്റെ കയ്യിലാ. എനിക്ക് ആ പ്രഭാര പ്രഭു നടത്തിയിരണം. എന്നിട്ട് ഉറക്കെ വിളിച്ചു പറയണം, മാട്ടുപ്പെട്ടി ചന്തയിലെ വെറും കൂലിയെ നിന്നെ കുറിച്ചും നിന്റെ കുടുംബമേ കുറിച്ചും. ഇപ്പൊ തന്നെ വേണം. വേണം. അതാണ് എന്റെ പ്രതികാരം. ഇപ്പൊ തന്നെ. അയ്യോ, മണ്ടത്തരം കാണിക്കരുത്. ഇപ്പൊ പ്രതികാരം ചെയ്ത ഏക്കത്തില്ല. ആ പെണ്ണിന് ഒരു കേടുപാട് സംഭവിച്ചിട്ടില്ല. ഈ കാര്യം ഇപ്പൊ തന്നെ അറിയിച്ച എന്നെ അടിച്ചോടിച്ച് പെണ്ണിനെ മറ്റൊരുത്തിനെ കെട്ടിച്ചു കൊടുക്കും. പിന്നെ എന്തോന്ന് പ്രതികാരം? അപ്പൊ പിന്നെ ഞാൻ എന്ത് ചെയ്യും? കാത്തിരിക്കണം. കാത്തിരിക്കേ? ആ പെണ്ണിന് നീ തെളിച്ചു പറ. പെണ്ണ് കുറച്ച് പുളിയും മാങ്ങും തിന്നുന്നത് വരെ. എങ്ങനെ? ഒന്ന് പറഞ്ഞ് മനസ്സിലാക്കി. ഞാൻ പറയാം. ഇവൻ പറഞ്ഞതിന് കാര്യണ്ട്. പെണ്ണ് ഗർഭിണിയായ പിന്നെ ജീവിതകാലം മുഴുവൻ ഈ കൂലിയുടെ കൂടെ പുറത്തോളും. നിങ്ങൾക്ക് പ്രതികാരമായി പെണ്ണിന്റെ ശാപേക്കത്തുമില്ല. ഓക്കെ? ഓക്കെ.